ഹലോ ഗായ്സ്, ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഇന്ത്യൻ ബൈക്സ് ഡ്രൈവിംഗ് 3Dയും ആയിട്ടാണ്. RGS മെയ്ഡ് വിത്ത് യൂണിറ്റി പറഞ്ഞാൽ രോഹിത് ഗെയിമിംഗ് സ്റ്റുഡിയോ. അങ്ങനെ ഞാനത് പണ്ട് കളിച്ചിട്ടുണ്ട്, അത് കുറേ കളിച്ചിട്ടുണ്ട് അത്. പക്ഷെ പിന്നീട് ഞാൻ നിർത്തി. ചുമ്മാ എപ്പോഴും ഒരു ഗെയിം തന്നെ ബോറിങ് അല്ലേ. അതുകൊണ്ട് ഞാൻ കുറച്ച് നാളത്തേക്ക് ഇതിനെ നിർത്തി വെച്ചായിരുന്നു. പിന്നീട് ഞാൻ ഇന്ന് വീണ്ടും കളിച്ചപ്പോൾ കുറേ മാറ്റങ്ങളുണ്ടായി, പ്രത്യേകിച്ച് എൻ്റെ ഫോണിൽ തന്നെ. പിന്നെ എന്തൊക്കെ കുറേ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്തായാലും ഞാൻ അതൊക്കെ യൂട്യൂബിലൊക്കെ കയറി നോക്കട്ടെ, എന്തൊക്കെ മാറ്റങ്ങൾ. ഞാൻ ജിമ്മൊക്കെ ഇപ്പോഴും അതുപോലെ തന്നെ തോന്നണം, അറിയാൻ വയ്യ. പിന്നെ ഒരു ഗണ്ണും കൂടെ വന്നിട്ടുണ്ട്, മിനി ഗൺ. നിങ്ങൾ ഓരോരോ ഇതൊക്കെ കണ്ടു നോക്ക്. ഇതിൻ്റെ ലാസ്റ്റ് വരെ കണ്ടവരൊന്ന് കമൻറ്റ് ചെയ്യണം. എങ്ങനെ ഉണ്ടാകുന്നൊന്നും കൂടെ കമൻറ്റ് ചെയ്യും. ഞാൻ ഇൻഫിനിറ്റി ഹെൽത്തിൻ്റെ ഇത് ചീറ്റ് കോഡ് അടിച്ചിട്ടുണ്ട്, കാരണം അല്ലെങ്കിൽ താഴെ വീണ് ചത്തുപോകും. അതുകൊണ്ട് ഞാൻ അത് ചെയ്ത് കഴിഞ്ഞാൽ താഴെ വീണാലും എത്ര പൊക്കത്തിൽ നിന്ന് വീണാലും ചാവത്തില്ല, ചത്തു പോകത്തില്ല. പക്ഷേ അല്ലെങ്കിൽ നമുക്ക് ഹെൽത്താണ് താഴെ കാണുന്നത്. മറ്റേ എന്തിനാ ഞാൻ എന്തെല്ലാം കുത്തി. എന്തൊരു ഇന്ത്യൻ ഹെവി ഡ്രൈവർ എന്ന് പറഞ്ഞാൽ എന്തിനാ സംഭവം, എന്തരാണോ എന്തോ എനിക്കൊന്നും മനസ്സിലായില്ല. ഞാൻ ഇപ്പോൾ 3000 അടിച്ചിട്ട് കാവസാക്കി എടുത്തിട്ടുണ്ട്. കാവസാക്കി H2R എനിക്ക് തോന്നണം, ഐ തിങ്ക് ഇതാണെന്ന് തോന്നണേ ഈ ഗെയിമിലെ ഏറ്റവും ഫാസ്റ്റസ്റ്റ് ബൈക്ക്. അതും അല്ലാതെ വേറെ ഒന്നും കൂടെ ഉണ്ട്. അത് എയർപോർട്ടൊക്കെ മാറിയേ. പക്ഷെ ഇത് പോലീസ് സ്റ്റേഷൻ, അതിൻ്റെ അപ്പുറത്തെ എയർപോർട്ട്. ആൾക്കാരൊക്കെ ബൈക്ക് ഓട്ടിക്കൂ. അതാണ് അതിനെ ഇടിച്ചിട്ടിട്ട് വരാമല്ലേ. വെറുതെ ഓരോ സുഖേടുകളെ അവനെ ഇടിക്കാം. ഒരു കുരുക്കുമല്ല. അതുകൂടെ അവൻ്റെ ബൈക്കിൽ എന്തൊരു ജൈറോസ്കോപ്പാ. ഇതുപോലെ ഞാനും നോക്കിയാണെങ്കിൽ എഗ് കാല് കുത്തണത് പോലെ. ഇതൊക്കെ എന്തോ ഇത്തിരി ലോജിക്കുകളും കൂടെ ഉൾപ്പെടുത്താൻ. ഇപ്പം എയർപോർട്ടൊക്കെ മാറി ഏട്ടാ. പണ്ടത്തെ ഒരുമാതിരി പഴഞ്ചൻ എയർപോർട്ട്, ഇപ്പം ഗ്ലാസ് ഗ്രില്ലും. ഇത് ഓട്ടിക്കാൻ പറ്റുകയാണെങ്കിൽ പൊളിയാവും ഈ ഫ്ലൈറ്റ്, ഈ വലുത്. ഇതുപോലെ ഇതിൽ മൾട്ടിപ്ലെയർ വേണം. അതാകുമ്പോൾ നമുക്ക് ആരെങ്കിലുമൊക്കെ കൂടെ, എന്ന് വെച്ചാൽ എല്ലാവരോടെയും കളിക്കാനാണെങ്കിൽ ഇപ്പം നമുക്ക് എപ്പോഴും ഓണാവില്ല. നമുക്ക് അകത്ത് കയറാൻ പറ്റത്തില്ല കേട്ടോ ഫ്ലൈറ്റിൻ്റെ. അതൊക്കെ എപ്പോഴെങ്കിലുമൊക്കെ ഫ്ലൈറ്റ് ഓടിക്കാൻ പറ്റുമായിരിക്കും, അറിയാൻ വയ്യ. നമ്മളെ കാവസാക്കി ഇവിടെ ഇരിക്കട്ടെ. നമുക്ക് നേരെ പോയി ആ ഇതിനെ എടുക്കാം, നോക്കട്ടെ. എന്നിട്ട് നമുക്ക് ഇവിടെ പുതിയ വന്ന സ്ഥലമൊക്കെ നോക്കാം. ഞാൻ ഈ മാപ്പ് കുറേ ഇതിലൊക്കെ പോയിട്ടുണ്ട്, പക്ഷേ ഈ ഫ്ലൈറ്റ് കൊടുക്കാൻ പറ്റൂലേ. ഇതെന്തോടെ ചിലപ്പോൾ ഇനി മാറ്റോ, ഇന്ത്യനല്ലേ. അപ്പുറത്ത് പോയി നോക്കട്ടെ. ഓക്കെ കയറി. നമുക്ക് ഇത് അതിൻ്റെ ആക്സിലേറ്ററാണ്, അത് ഞെക്കി വെച്ചേക്കണം. ഇത് ഈ താഴോട്ട് വലിച്ചു വെച്ചേക്കണം, അതിനെ പൊക്കാനുള്ളത്, അതിനെ ടേക്ക് ഓഫ് ചെയ്യാനുള്ളത്. അപ്പോൾ അതൊക്കെ ചെയ്തിരുന്നു. പക്ഷേ ഇതിന് FPS കുറവായിരിക്കും, കാരണം ഈ മൊബൈലിന് വലിയ ഗെയിമിങ്ങിന് വലിയ ഇതൊന്നും ഇല്ലാത്ത ഇതാണ്. അതുകൊണ്ട് ഇതിൻ്റെ FPS വളരെ കുറവായിരിക്കും. കാണാൻ പറ്റും നിങ്ങൾക്ക് ഇവിടെ 16, 12, 14 ആ രീതിയിൽ FPS. പിന്നെ ഫ്ലൈറ്റ് ഒരു കെട്ടിടത്തിൽ ഇടിച്ച് പൊട്ടിത്തെറിച്ചിട്ടുണ്ട്. നമുക്ക് പൊട്ടിത്തെറിക്കാത്ത ഫ്ലൈറ്റ് കിട്ടണമെങ്കിൽ ഞാൻ ഈ അടിക്കണ കോഡ് അടിക്കണം. അങ്ങനെയാണെങ്കിൽ എവിടെ കൊണ്ടുപോയി ഇടിച്ചാലും അതിൻ്റെ കതവ് മാത്രമേ തുറന്നു പോകത്തുള്ളൂ, അല്ലാതെ ഫ്ലൈറ്റായിട്ട് പൊട്ടത്തില്ല. കാരണം 555 അല്ലെങ്കിൽ 555 ഈ നമ്പർ അടിക്കുകയാണെങ്കിൽ ഇപ്പം എന്തിനാ അപ്പുറത്ത് എന്തോടെ ഇതൊക്കെ ഇവിടെ തന്നെ. തന്നെ. നമുക്ക് ഫ്ലൈറ്റിൽ കയറാം. ഇവിടെ ആണെങ്കിൽ ടേക്ക് ഓഫ് ചെയ്യാൻ നല്ല എളുപ്പമുള്ളൊരു സ്ഥലമാണ്. ഞാൻ ആരെങ്കിലും ബിൽഡിങ്ങിൻ്റെ വണ്ടിയിലൊക്കെ നിർത്തണമെന്നുണ്ട്, പക്ഷേ അതെങ്ങനെ ഇറക്കും എന്നൊക്കെയാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും നമുക്ക് പോവാം. ഇവിടെ ആ താഴെ കാണുന്ന ഒരു സ്വിമ്മിംഗ് പൂളുള്ള വീട് കണ്ട, അതാണ് ഈ ഗെയിമിലെ ക്യാരക്ടറിൻ്റെ ഫസ്റ്റ് വീട്. ഞാൻ ഇവിടെ ലാൻഡ് ചെയ്യട്ടെ. പറ്റൂല, ഇടിച്ച്. പക്ഷെ ഡോറ് മാത്രമേ പോയുള്ളൂ. മറ്റേതിൽ ചെറിയ മുട്ടിയപ്പോഴാണ് മൊത്തത്തിൽ പൊട്ടിത്തെറിച്ചത്. അതാണ് ഈ എയർപോർട്ടിൽ കിടക്കുന്ന ഫ്ലൈറ്റും ഈ നമ്മൾ കോൾ ചെയ്തെടുക്കുന്ന ഫ്ലൈറ്റിൻ്റെ വ്യത്യാസം. ഇവിടെ ജമ്പ് ചെയ്യണ റാമ്പൊക്കെ ഉണ്ട്. അതിൽ നമുക്ക് ഫ്ലൈറ്റ് വെച്ച് ജമ്പ് ചെയ്യാൻ പറ്റുമെന്തോ,
അറിയാൻ വയ്യ, നോക്കാം അതൊക്കെ. പിന്നെ അതുകൊണ്ട് അങ്ങ് കാണുന്ന കെട്ടിടങ്ങളിലെ റാമ്പൊക്കെ അടിപൊളിയാണ്. ഞാൻ പണ്ട് ഈ കാവസാക്കി വെച്ച് കയറിയിട്ടുണ്ട്. കാവസാക്കിയിലെ അടിപൊളി. പിന്നെ താഴെ കാണുന്നത് കാർ ഡീലർഷിപ്പാണ്. അവിടെ അതിൻ്റെ അകത്ത് കാറുകളുണ്ടെന്നാണ് തോന്നണത്. ഇനി മാറ്റം ഉണ്ടാകുന്നത് കാരണം ഞാനിപ്പോൾ ഒരു വർഷമെങ്കിലും ആവുമെന്ന് തോന്നുന്നു ഇത് കളിച്ചിട്ട്. അതിനിടയ്ക്ക് എന്തെല്ലാം വന്നോ എന്തോ. എനിക്ക് ഇത് പണ്ട് ഞാൻ എന്നും ഇവിടെ ഇതിൻ്റെ മണ്ടേ കയറും. ആ സാധനത്തിൻ്റെ മണ്ടേ കയറാൻ വേണ്ടി. ഇതുവരെ അതിൻ്റെ പേര് പോസ്റ്റ് കണക്കത്തെ സാധനം മറന്നുപോയി. വലിയ ഇതൊക്കെ ഇതിൻ്റെ മണ്ടേ കയറി എന്നും അത് ഓപ്പൺ ആവോ എന്നൊക്കെ. പക്ഷെ അതൊന്നും ഓപ്പൺ ആവും. പിന്നെ ഈ പാലം എന്തോരം അവർ കെട്ടിക്കഴിഞ്ഞില്ല. ഇപ്പം പാലമൊന്നും കെട്ടിക്കഴിഞ്ഞില്ല. നമുക്ക് എന്തായാലും പറന്ന് പോവാം. ഈ ഫ്ലൈറ്റ് സത്യം പറഞ്ഞാൽ ഓട്ടിക്കാൻ ഭയങ്കര പാടാണ്. ഇനി തൊട്ട് ഞാൻ നല്ല ലെങ്തി ആയിട്ടുള്ള വീഡിയോസ് ഇടാം. കാരണം ഇപ്പോൾ ഒരിത് ഞാൻ അതുകൊണ്ട് ഇനി എനിക്ക് കുറേ ലെങ്തി ആയിട്ടുള്ള വീഡിയോസൊക്കെ ഇടാൻ പറ്റും. പക്ഷെ ആരും വലിയ സപ്പോർട്ടൊന്നുമില്ല. അത് ആനയില്ലേ? അത് ആനയാണെന്ന് തോന്നുന്നു കേട്ടോ. പക്ഷെ ആന ഇങ്ങനെ ആഫ്രിക്കൻ ആനയായിരിക്കും ചിലപ്പോൾ. നമുക്കത് നോക്കാം. ഇത് ഫോറസ്റ്റാണ്. അത് കുറേ നാളായി ഫോറസ്റ്റിലൊക്കെ ഒന്ന് വന്നിട്ട്. നമുക്ക് ഇവിടെയൊക്കെ ഒന്ന് കറങ്ങാം. ദിനോസറിനെയൊക്കെ നമുക്ക് പേടിപ്പിക്കാം. ദിനോസറുണ്ട്. ആന പുതുതായിട്ടാണ്ട് വന്നതാണ്. അപ്പം ആന ഉണ്ടെങ്കിൽ എന്തായാലും കടുവയൊക്കെ കാണുമായിരിക്കും. കടുവയും സിംഹവും എനിക്കറിയാം. എന്നുവെച്ചാൽ ഇതിൽ നല്ല രീതിക്ക് നമുക്ക് നോക്കാൻ പറ്റണില്ല. അതുകൊണ്ട് ഞാൻ ഹെലികോപ്റ്റർ എടുക്കാം. കാരണം ഇത് ഒരുമാതിരി നമുക്ക് ഓട്ടിക്കാനും പറ്റണില്ല. അത് അങ്ങോട്ടും ഇങ്ങോട്ടും ലാഞ്ചി അതുകൊണ്ട് നമുക്ക് 8,000 അടിക്കാം. 8,000 അടിക്കുമ്പോൾ നമുക്ക് ഹെലികോപ്റ്ററിനെ കിട്ടും. അപ്പം സ്വീറ്റ് പ്രോസസ്സിങ്. ഓക്കെ, 8,000 അടിച്ച് ഹെലികോപ്റ്ററിനെ സ്പോണാക്കിയിട്ടുണ്ട്. ഹെലികോപ്റ്ററിൽ ഇനി നമുക്ക് ഹെലികോപ്റ്ററിൽ എക്സ്പെഡിഷൻ നടത്താം. കാരണം ഹെലികോപ്റ്ററിലാകുമ്പോൾ നമുക്ക് നല്ല പെട്ടെന്ന് കൺട്രോളിങ്ങും ചെയ്യാൻ പറ്റും. പക്ഷെ മറ്റേതാണെങ്കിൽ എന്ന് പറഞ്ഞ് അങ്ങോട്ട് പോകണമെന്നല്ല നമുക്ക് പെട്ടെന്ന് ഇത്. പക്ഷെ ഹെലികോപ്റ്ററിന് ഇത്തിരി സ്പീഡ് കുറവാണ്. എന്നാലും കുഴപ്പമില്ല. നമുക്ക് എന്താണ് താന്ന് പറന്നതിനെ കാണാനും പറ്റും. ഇതാണെങ്കിൽ കൊന്നത്തെങ്ങാണെങ്കിൽ പൊക്കത്തിന് പോവുകയും ചെയ്യും. നമുക്കൊന്ന് കാണാൻ. ദിനോസറിൻ്റെ മുട്ട തോന്നറിയപ്പെടുന്നു. നമുക്ക് ഇവിടെ ഇല്ലടോ ഒന്ന് നോക്കാം. വലിയ ദിനോസർ, കഴുത്തുള്ള ദിനോസർ. ഈ ഡൈനോസറിൻ്റെ പേരെന്തിനാ? എന്തിനായിരിക്കും? നിങ്ങളെന്തായാലും അറിയാവുന്നവരൊന്ന് കമൻറ്റ് ചെയ്യും. നമുക്ക് എന്തായാലും ഇതിനെ തട്ടിക്കളയാം. ഞാൻ നോക്കിയത് എൻ്റെ പെർത്ത് ലാൻഡ് ആകുമെന്ന്. പക്ഷെ അത് പെട്ടെന്ന് കഴുത്തങ്ങ് തിരിച്ചോണം. ഓക്കെ, നമുക്ക് എന്തായാലും പയ്യെ വണ്ടി ഇവിടെ നിർത്താം. വണ്ടിയിലെ ഹെലികോപ്റ്റർ ഇവിടെ നിർത്താം. കടിച്ചു തോന്നുന്നു. പാവമാണെന്ന് തോന്നണേട്ട്. നമുക്കിവിടെ വണ്ടി നിർത്താം. ഈ മരഭൂതം എപ്പോഴും ഇങ്ങനത്തെ ആക്ഷനാണ്. എണീരങ്ങോട്ട്. ഓക്കെ, നമുക്ക് ഇതെന്ത് ഹെലികോപ്റ്റർ താഴോട്ട് പോകാത്ത? ഹെലികോപ്റ്റർ വന്നാലേ എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റും, ഇല്ലെങ്കിൽ എനിക്ക് പറ്റൂല. ഗണ്ണ്. ഇതാണ് ഞാൻ പറഞ്ഞ മിനി ഗൺ. ഗ്രനേഡൊക്കെ വരുമെന്ന് പറഞ്ഞതാണ്. ഗ്രനേഡൊക്കെ ജമ്മോ തലറാണ് കേട്ടോ. ഓക്കെ, ഹെലികോപ്റ്റർ താഴെ വന്നു. ഇനി അഥവാ എന്നെ കടിക്കാൻ വന്നാലും എനിക്ക് പെട്ടെന്ന് ഹെലികോപ്റ്ററിൽ കയറിപ്പോ ഷൂട്ട് ചെയ്യാം. പെർത്ത് ഷൂട്ട് ചെയ്തിട്ട് അതിനൊന്നും തോന്നുന്നില്ല. അപ്പോൾ ഈ കഴുത്ത് ഷൂട്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ചത്ത്. എൻ്റെ പൊന്ന്, ഒരു ആൽമാരം മറിഞ്ഞു. എന്തൊരു വലിയ പല്ലും തേക്കൂല മാറണം. ഈ മലഭൂതം എവിടെ കയറിപ്പോണത്? ഓക്കെ, നമുക്ക് അങ്ങോട്ട് പോവാം. ഇവിടെ സ്റ്റിക്കി ബോംബൊക്കെ ഉണ്ട്. സ്റ്റിക്കി ബോംബ് പണ്ടേ ഉള്ള സാധനം തന്നെയല്ലോ. അത് നിങ്ങൾക്ക് എല്ലാവരും ഇത് കളിക്കണവരൊന്ന് കമൻറ്റ് ചെയ്യണേ, ഇത് കളിക്കണവർ. പിന്നെ ഇപ്പം പുതിയ ചലഞ്ചുകളൊക്കെ വന്നതെന്തോ. ഞാൻ ചലഞ്ചിൻ്റെ ഏരിയയിലോട്ടൊന്നും പോയില്ല. ഞാൻ പെട്ടെന്ന് തന്നെ ഈ ഗെയിം പ്ലേയിലോട്ടാണ് വന്നത്. കാരണം അതാകുമ്പോൾ പെട്ടെന്ന് കാണിക്കാനും പറ്റും. ഇപ്പോൾ 9 മിനിറ്റ് ആയതുള്ളൂ. ഓക്കെ, നമുക്ക് ഈ ഹെലികോപ്റ്ററിന് എന്തിനാണ് കാറിൻ്റെ ഇത് കൊടുത്തേണ്? അതുമല്ല, ഹെലികോപ്റ്ററിൻ്റെ സൗണ്ട് കേൾക്കുമ്പോൾ എനിക്ക് നമ്മളെ വീട്ടിലെ ഫാനിനെയാണ് ഓർമ്മ. ഇതിൽ സൗണ്ടാണ് എന്തോ ഈ RGS കൊടുത്തേക്കണം. പക്ഷേ കുഴപ്പമില്ല. ഗ്രാഫിക്സ് ഒന്നും പറഞ്ഞ് ഞങ്ങൾ എടുക്കാൻ തുടങ്ങി. പിന്നെ
അത്യാവശ്യം നല്ല GT ആണെങ്കിൽ നമുക്ക് എല്ലാവരെയും കൊല്ലാൻ പറ്റും. പിന്നെ അതുപോലെ നമുക്ക് സ്വയം വല്ലോ മിഷൻ കണക്കൊക്കെ വല്ലതൊക്കെ ചെയ്യും. അല്ലാതെ ഇതിൽ വലിയ മിഷനാണ് നമുക്കിങ്ങനെ എന്തിനാ സിമുലേറ്റർ അതുപോലെ ഇങ്ങനെ നമുക്ക് എല്ലായിടവും പോയി കണ്ട് ഇങ്ങനെ കളിച്ചു പോവാം. പിന്നെ ഓരോരോ വണ്ടികളെടുത്തും അങ്ങനെ പറ്റത്തുള്ളൂ. പിന്നെ ഇതിൽ മോഡുകളുണ്ട്. അത് എവരാണെങ്കിൽ സംഭവമുണ്ട്. ഇതിൽ പ്ലഗിൻ എന്തിരുന്നാണ് പറയുന്ന ഒരു ആപ്പുണ്ട്. പ്ലഗിന്നാണ്ട് ഇടുക. ആന നമുക്ക് സ്റ്റിക്കി ബോംബ് പറയാം. അങ്ങനെയൊന്നും ഒരിക്കലും ചെയ്യരുത്. ഇതൊരു ഗെയിം മാത്രമാണ്. ഓക്കെ, നമുക്ക് എന്തായാലും ആന കടിക്കും പക്ഷെ കുത്തുവോ? പയ്യൊന്ന് ഹെലികോപ്റ്റർ മുമ്പേ കൊണ്ടുപോയില്ലായിരിക്കും. ആനയൊന്നും ഇപ്പം എന്ത് വയലൻസ് ഒക്കെ കുറച്ചവര്. ഇതാണെങ്കിൽ ഡിനോസറൊക്കെ ആണെങ്കിൽ അടിച്ച് കൊത്തി വലിക്കും. ടീറക്സ് കയ്യിലുണ്ടായിരുന്നു. പക്ഷെ ഇപ്പം ടീറക്സിന് ആന തുമ്പിക്കൈ വളഞ്ഞിരിക്കണം. തുമ്പിക്കൈ. ഓക്കെ, സ്റ്റിക്കി ബോംബ് എറിഞ്ഞോടുക. ഓക്കെ, ഒരു ബോംബ് എറിഞ്ഞിട്ടുണ്ട്. ഒന്നും മതിയായിരിക്കും. ഇത്രയും വലിയ ശരീരത്തിന് ഒന്നും മതിയെന്തോ. എന്നാലും നമുക്ക് വാ മൊബൈലിട്. ഇതിൻ്റെ നേർക്ക അല്ല. ഓക്കെ, ആക്ടിവേറ്റ്. നീ കയറും. ഒന്ന് അലറി വിളിച്ച അത് ചത്തു കേട്ടോ. ഇതിന്നൊക്കെ വല്ലതും ലൂട്ട് ചെയ്യാൻ പറ്റി. നമുക്ക് ലൂട്ട് ചെയ്തിട്ട് വല്ലതൊക്കെ ഉണ്ടാക്കണ ക്രാഫ്റ്റ് എന്ന് ഉദ്ദേശിച്ച ഞാൻ വല്ലതൊക്കെ ഉണ്ടാക്കി നമ്മളെ ഡ്രസ്സ് കണക്കും പിന്നെ വല്ല മിഷൻ ഇത്ര സാധനങ്ങൾ കണ്ടെത്തിക്കൊണ്ട് വരെ ഫോറസ്റ്റിലൊക്കെ അങ്ങനത്തെയൊക്കെ മിഷൻസൊക്കെ ഉണ്ടാകുന്നെങ്കിൽ അടിപൊളിയായനെങ്കിൽ നല്ല രസമാണ് ഇത് കളിച്ചോണ്ടിരിക്കുക. പിന്നെ കുഴപ്പമില്ല. പിന്നെ ഇതിൽ ഇങ്ങനെ ഈ മറ്റേ ക്യാമറ അങ്ങനത്തെ സാധനത്തിൽ ഞെക്കി കഴിഞ്ഞാൽ നമുക്ക് ഫസ്റ്റ് പേഴ്സൺ വ്യൂ ആവും. ഇത്രയും വലിയ കാടാണ്. ഈ ഗെയിമിൻ്റെ പാതി എനിക്ക് തോന്നുന്നത് കാടാണെന്നാണ് തോന്നുന്നത്. പിന്നെ ഈ ഭാഗത്തായിട്ട് ഒരു ഇതുണ്ട്. ഇത് നല്ല ലെങ്തിയാണ് ഈ വീഡിയോ. ഏകദേശം 19 മിനിറ്റോളം ഉണ്ട്. ഓക്കെ, അതല്ല ഇവിടെ ഒരു റാമ്പുണ്ട്. ആ റാമ്പ് ഞാൻ പണ്ട് ചാടിച്ചിട്ടുണ്ട്. ക്രോമ ഇതിൻ്റെ ഒരു ബൈക്കും ഉണ്ട്. അത് ഓഫറായിട്ട് തന്നെ ചാടിയിട്ടുമുണ്ട്. എനിക്ക് തോന്നണ അതിനും കാവസാക്കിക്ക് വേണ്ടി സ്പീഡ്. പക്ഷെ കാവസാക്കി പോലും അത് ചാടിയിട്ടില്ല. പിന്നെ കുറേ നമുക്ക് ഞാൻ പറഞ്ഞില്ലേ മോഡ്, ഇത് പയ്യെ പോണേക്കാൾ ഇതിന്നടിച്ച് ചാടുന്നതാണെങ്കിലും ഇത് പയ്യെ ഈ മോഡ് RGSൻ്റെ പ്ലഗിൻ വഴി നമുക്ക് ഓരോന്ന് കയറ്റാമെന്ന് പറയുന്നില്ലേ. ഇപ്പം ഇവിടെ ട്രെയിനൊന്നും ഇല്ലല്ലേ. ഇവിടെ നേരത്തെ ട്രെയിൻ ഉണ്ടാകുന്നു. ഞാൻ അപ്പം അത് റെക്കോർഡ് ചെയ്തപ്പോഴാണ് ശ്രദ്ധിക്കണം. ഇപ്പം ട്രെയിൻ വരിക. ഇപ്പം എൻ്റെ തലയിൽ കൂടെ ഹെലികോപ്റ്റർ. ഇപ്പം റെയിൽവേ സ്റ്റേഷനിലേക്ക് ആൾക്കാർ നടക്കുന്നുണ്ട്. ട്രെയിൻ കാത്തിരിക്കണ കണക്കൊക്കെ നടക്കുന്നുണ്ട്. മറ്റേതാണെങ്കിൽ വാല നീലാണ്ടെന്ന് പറഞ്ഞ് റോട്ടയൊക്കെ നടപ്പുണ്ടാകുന്നു. ട്രെയിൻ അവിടെ നിന്ന് വരണം. കുറച്ച് നേരം നിങ്ങൾ സിറ്റിയിലെ ഭംഗിയൊക്കെ ആസ്വദിച്ചുകൊണ്ട് ഇവിടെ ഇരിക്കും. അപ്പോൾ ട്രെയിൻ ഹെലികോപ്റ്ററിനെ ഇടിച്ച് തള്ളി നീക്കിയ ഞാൻ അതൊന്നും ശ്രദ്ധിച്ചില്ല. ഞാൻ ക്യാമറ ഇവിടെ കൊണ്ടുവച്ചോണ്ട് ഞാൻ പിന്നീടാണ് ഈ ട്രെയിൻ വന്നേക്ക് ശ്രദ്ധിക്കണം. ഈ ട്രെയിൻ ഇത് താനെ ഓടൂല്ലേ. സത്യം ഞാൻ വിചാരിച്ച ഇത് എങ്ങനെ ഓടണം എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ അതിൻ്റെ അടുത്തോട്ട് ചെന്ന് നോക്കിയത്. അപ്പം ട്രെയിൻ താനെ ഓടണം. താനെ എടുത്തോണ്ട് പോകുമോ എന്തോ ട്രെയിൻ തന്നെ. അതെനിക്ക് അറിയാൻ വയ്യ. എന്തായാലും നോക്കാം. ഒരു വീഡിയോയിൽ ഞാൻ അതിൻ്റെ അടുത്ത് വെയിറ്റ് ചെയ്ത് പോകാം ട്രെയിൻ താനെ. ഓക്കെ, നിങ്ങൾ കുറച്ച് ഇവിടുത്തെ പടിയെ അതാ ട്രെയിൻ വന്ന് കറക്റ്റ് സ്റ്റോപ്പായിട്ടുണ്ട്. ഇവിടെ ഗുഡ്സൊക്കെ ഉണ്ടോ എന്തോ എനിക്ക് അറിഞ്ഞുകൂടാ. ഓക്കെ, ട്രെയിനിൻ്റെ ബോഗി 3 ബോഗിയുള്ള ഇന്ത്യൻ റെയിൽവേനെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. 3 ബോഗി. ഓക്കെ, അവിടെ പെട്രോൾ പമ്പുണ്ട്. പെട്രോൾ പമ്പിൽ പോയില്ലല്ലേ. പെട്രോൾ പമ്പിൽ പോവേണ്ടിയിരുന്നു. എന്തൊരു ഹൗറ എന്തിനാണ് വാപ്പ് 4 പക്ഷെ ഞാൻ അന്നൊരിക്കൽ ഇതിൻ്റെ ഒരു ഇത് കണ്ടായിരുന്നു. ഈ RGS രോഹിത് ഗെയിമിംഗ് സ്റ്റുഡിയോ ഇട്ട ഒരു വീഡിയോയിൽ കണ്ടതാണ്. എന്നുവെച്ചാൽ ഇതിൽ ട്രെയിനിൻ്റെയൊക്കെ ട്രെയിനിൻ്റെയൊക്കെ കളർ മാറി ഇതിൽ വേറെ എൻജിൻ എന്നാണ് കാണിച്ചത്. പക്ഷെ ഇപ്പം താണ്ട അത് തന്നെയല്ലോ പണ്ടത്തെ ചോപ്പ് എന്തെങ്കിലുമൊക്കെ ആയിട്ട്
15 മിനിറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, ഇതിന് ഹോണൊക്കെ ഉണ്ട്. ഇത് പിന്നെ പോണ കാണാൻ നല്ല രസമാണ്. മറ്റേ ആടി 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 പോവും. നല്ല രസമാണ് അത് കാണാൻ. ഓക്കെ, ഇവിടെ റാമ്പ്, അവിടെ ഒരു വെള്ളമുണ്ട്. എന്തിനാണോ എന്തോ, തടാകമാണോ എന്തോ, ഇവിടെ ഇങ്ങനെ ഹോൺ അടിക്കാൻ പറ്റും നമുക്ക്. ഓക്കെ, ട്രെയിനിൻ്റെ ഇൻറ്റീരിയർ ഒക്കെ നമുക്ക് കാണാൻ പറ്റും. പിന്നെ ഇതിൽ നൈറ്റ് ആക്കാനൊക്കെ പറ്റും, രാത്രിയാക്കാം. അത് 9 അടിക്കണം. പക്ഷെ ട്രെയിനിൽ ഇരുന്നുകൊണ്ട് നമുക്ക് മൊബൈലിൽ കുത്താൻ പറ്റൂല. എപ്പോഴും ഒരു വണ്ടി കയറിയാൽ മൊബൈൽ എടുത്തുകൂടാ. അതാണ് ഇവരിപ്പോൾ പഠിപ്പിച്ചത്. നമുക്ക് മൊബൈലിലേക്ക്, മൊബൈലിൻ്റെ ഐക്കണിലേക്ക് നമുക്ക് എടുക്കാൻ പറ്റില്ല. പിന്നെ അതുപോലെ ഇങ്ങനത്തെ ഒരു ആരോ എടുത്താണ് അതിൽ നിൽക്കുക, ഗെയിമിൽ നിന്ന് എക്സിറ്റ് ആകും. പിന്നെ ഒരു വട്ടത്തിലുള്ള സാധനം, അത് മറ്റേ സ്ലോ മോഷനാണ്. എന്തിനാണെന്ന് വെച്ചാൽ എനിക്കറിഞ്ഞൂടാ. എനിക്കൊന്നും തറയിലൊക്കെ വീഴണ. എന്തായാലും ഇവിടെ നിൽക്കാം വണ്ടി. പിന്നെ അങ്ങോട്ടൊന്നും ഇവിടെ സിറ്റിയാണോ കാണാല്ലേ? എന്തായാലും വാ, നമുക്ക് എന്തായാലും ഒന്ന് പോയി കണ്ടിട്ട് വരാം. ആദ്യമായിട്ടല്ലേ, പക്ഷെ ആദ്യമായിട്ടാണല്ലോ. ഇപ്പോൾ കുറേ നാളുകൾക്ക് ശേഷമല്ലേ. ചന്ദ്രങ്കിലൊക്കെ ഒരു കുത്തിക്കയറ്റി വെച്ചെന്നൊക്കെ നമുക്കൊന്ന് നോക്കണ്ടേ. അപ്പോൾ ഓക്കെ, വാ പോവാം. പറപ്പിച്ച് വിട് ട്രെയിനെ അങ്ങോട്ട്. എന്തിനാ അനങ്ങണ ട്രെയിൻ? ഓക്കെ, എങ്ങനെയെങ്കിലും പോവാം അങ്ങോട്ട്. ഇപ്പോൾ സ്പീഡ് കയറി അങ്ങോട്ട് പോവാം. എനിക്ക് കാണണ്ട. ഓ, ഇവിടെ റോഡൊക്കെ വന്നാ. മുമ്പ് ഈ ഭാഗത്തല്ലേ റോഡുണ്ടായിരുന്നു? ഈ ഭാഗത്ത് ടൗണും ടണലൊക്കെ ഉണ്ടോ അവിടെ? ട്രെയിനിൽ നിന്ന് ഇറങ്ങണം, അല്ലെങ്കിൽ വേണ്ട. ടണൽ ഇനി ഇൻഫിനിറ്റി ആണോ അതാ എൻഡിങ് ഉണ്ടാന്നൊക്കെ അറിയണ്ടേന്ന്. എന്തായാലും നമുക്ക് അങ്ങോട്ട് പോവാം. ഇപ്പം കഴിയുമായിരിക്കും. അതുകൊണ്ട് ഇവിടെ ഇത്തിരി വളഞ്ഞ ടണൽ. അതെന്തിരി 2 പാളമൊക്കെ ഉണ്ട്. ഇനി ഈ പാളത്തിൽ കൂടെ ഇനി ട്രെയിനൊക്കെ വരുമെന്തോ എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ പറഞ്ഞല്ലോ ട്രെയിൻ. പക്ഷെ ഇവിടെ ഒയറും കൂടെ വേണമായിരുന്നു. ഒയർ, മറ്റേ ഇതിൻ്റെ കണക്ഷൻ ഒയർ, അതും കൂടെ ഉണ്ടാകുന്നെങ്കിൽ നല്ല രസമായിരുന്നു. ടണലിൽ കൂടെ പറപ്പിച്ച് ട്രെയിൻ വിടുകയാണ്. അവിടെ വട്ടം കാണുന്നുണ്ട്. അവിടെയാണ് തോന്നുന്നു ടണലിൻ്റെ എൻഡിങ്. 18 FPS ഒക്കെ ഉള്ളു. നല്ലൊരു വെട്ടൽ കാണും. ഓക്കെ, ടണല എന്തിരിത്? ഏറ്റവും വലിയ ടണലാണോ അത്? ഇത്തിരി ദൂരെ കഴിഞ്ഞില്ലേ? ഇപ്പൊ ആവുമായിരിക്കും എൻ്റെ. ഓക്കെ, ട്രെയിൻ. ഓക്കെ, ഭാഗ്യം. നമുക്ക് എന്തായാലും ഇത്തിരി ഇവിടെ നിന്ന് വിട്ടുമെന്ന്. നമുക്ക് എന്തായാലും ബ്രേക്ക് ചെയ്തിട്ട് ടൗണൊക്കെ പുതുതായിട്ട് വന്ന ടൗണാണെന്ന് തോന്നുന്നത്. അതൊക്കെ ഒന്ന് ബ്രേക്ക് ചെയ്തപ്പോൾ അങ്ങ് കൊല്ലത്ത് പോയി നിൽക്കും. അതുകൊണ്ടൊക്കെ ചാടി അങ്ങ് ഇറങ്ങാം. അപ്പോഴത്തേക്കും ട്രെയിൻ പെട്ടെന്ന് നിൽക്കും. ബ്രേക്കിനേക്കാളും ഇങ്ങനെ ചെയ്യരുത്. ഈ പണ്ടൊക്കെ ആണെങ്കിൽ ട്രെയിൻ പൊട്ടുമായിരുന്നു. പക്ഷെ പൊട്ടൂലായിരുന്നു. ഇപ്പം പൊട്ടുമെന്ന് നോക്കട്ടെ. എന്തായാലും വെടി വെച്ച് നോക്കാം. ഒരു കുഴപ്പമില്ല, അതൊക്കെ വേറെ കാര്യം. ഓക്കെ, നമുക്ക് ഉണ്ട്. ഇപ്പം വെറും 3 ബോഗിയുള്ള ട്രെയിൻ. നമുക്ക് വേറെ ഒന്നും ചെയ്യണ്ട, നമുക്ക് പോവാം. 900 ആണെന്ന് തോന്നുന്നു കോണിച്ച്. 900 അല്ലേ, 800 ആണോ? അയ്യോ, 800 പോവുക. 900 ആണ് കേട്ടോ കോണിച്ചൊക്കെ. എനിക്കിപ്പോഴാണ് ഓർമ്മ വന്നത്. കോണിച്ചൊക്കെ അടിപൊളി സാധനവും. ഇതിൻ്റെ കളറൊക്കെ ചേഞ്ച് ചെയ്യണം, അതൊക്കെ മാറിയെന്ന് തോന്നുന്നു. മറ്റേതാണെങ്കിൽ നമുക്ക് കളർ ചേഞ്ച് ചെയ്യാൻ പറ്റുമായിരുന്നു. പക്ഷെ ഇപ്പം അതൊന്നും കാണുന്നില്ല. ഇവിടേക്ക് വണ്ടി വേണോ? ഓക്കെ, കുറേ നല്ല മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഈ സംഭവത്തിന്, ഈ ഗെയിമിന്. ഇവിടെ വെച്ച് സ്റ്റോറേജ് ഇല്ലാതെ ഇത് നിന്നു വീണിയത്. അതുകൊണ്ട് സോറി ഗൈസ്, ബൈ. മൊത്തം ഇടാൻ പറ്റിയില്ല. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ, ടാറ്റാ.